അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മലയാളികളായ ദമ്പതികളെയും സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. മരിച്ച നവീൻ്റെ കാറിൽ നിന്ന് പോലീസിന് പ്രത്യേക തരത്തിലുള്ള കല്ലുകളും ചിത്രങ്ങളും കണ്ടെത്തി. ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ ഇമെയിലിൽ സൂചിപ്പിക്കുന്ന കല്ലുകളാണ് ഇവയെന്നാണ് കരുതപ്പെടുന്നത്. ഡോൺ ബോസ്കോ എന്ന വിലാസത്തിൽ നിന്ന് ആര്യയ്ക്ക് വന്ന മെയിലിലാണ് ഈ കല്ലുകളെക്കുറിച്ച് പറയുന്നത്. ഈ ഇമെയിൽ ഐ ഡിയെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഡോൺ ബോസ്കോ എന്ന പേരിൽ ആര്യയ്ക്ക് സന്ദേശം അയച്ചത് നവീൻ തന്നെയാണോ എന്നും സംശയമുണ്ട്. യാത്രാ ചെലവിന് പണം ആവശ്യം വന്നപ്പോൾ ആര്യയുടെ ആഭരണങ്ങൾ വിറ്റതായും പോലീസിന് വിവരം ലഭിച്ചു. ആര്യയുടെ മൃതദേഹത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നുമില്ല. മരിച്ച നവീനും ഭാര്യ ദേവിക്കും സുഹൃത്ത് ആര്യയ്ക്കും വിചിത്ര വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ലെന്നാണ് അവരിൽ നിന്ന് കണ്ടെത്തിയ രേഖകളിലുള്ളത്. അവയെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് മാറ്റിയതാണെന്നും ഭൂമിയിലേക്ക് മാറ്റിയതാണെന്നും ഭൂമിയിലെ 90% മനുഷ്യരെയും മൃഗങ്ങളെയും 2 ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇവരുടെ വിശ്വാസം. ആൻഡ്രോമിഡ ഗാലക്സിയിൽ നിന്നും മിതി എന്ന സാങ്കല്പിക കഥാപാത്രവുമായിട്ടാണ് ഇവരുടെ സംഭാഷണം. വിചിത്ര വിശ്വാസങ്ങളടങ്ങിയ 466 പേജുകളുള്ള പകർപ്പാണ് പുറത്തു വന്നത്. ഏപ്രിൽ 2-നാണ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ ആര്യയും സുഹൃത്തുക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അന്ധവിശ്വാസവും ആഭിചാരക്രിയയും പിന്തുടർന്നാണ് ഇവർ മരണത്തിലേക്ക് എത്തിയതെന്നാണ് സംശയം തുടക്കം മുതൽ പോലീസിനുണ്ടായിരുന്നത്. ദേവിയും ആര്യയും കറുത്ത കല്ല് പതിച്ച കൈവള ധരിച്ചിരുന്നു. ഇത് ആഭിചാരക്രിയയുടെ ഭാഗമായിട്ടാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. മുറിയിൽ ആഭിചാരക്രിയ നടക്കുമ്പോൾ അണിഞ്ഞ ആഭരണങ്ങളാകാമെന്നാണ് പോലീസ് കരുതുന്നത്. ശരീരത്തിൽ മുറിവുണ്ടാകാൻ ഉപയോഗിച്ച 3 സ്റ്റെയിൻലെസ് സ്റ്റീൽ റേസർ ബ്ലേഡുകളും കണ്ടെത്തിയിട്ടുണ്ട്. വെവ്വേറെ ബ്ലേഡുകൾ ഉപയോഗിച്ചാണ് മുറിവുണ്ടാക്കിയിരിക്കുന്നത്. ഇതും ആഭിചാരക്രിയ നടന്നു എന്ന സംശയത്തെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു.